മമ്മൂക്കയുടെ മകൻ അഭിനയിക്കുമ്പോൾ എന്ന് വെച്ചാൽ ആ ഒരു മകന്റെ ഫീലാണ്. അപ്പൊ കുഞ്ഞുനാള് മുതൽ കണ്ടെത്താണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ചേട്ടന് ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെ അഭിനയിക്കും. ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല, ഇങ്ങനെ മോനിങ്ങനെ ആയിത്തീരുന്നുള്ള. അവനിങ്ങനെ അവനെ കാണുമ്പോഴും ഞാൻ അവന്റെ മൂത്ര കുട്ടിത്തോ കാണുന്നത്. പിന്നെ ഇറ്റ്സ് വെരി പ്ലസന്റ്, വളരെ നല്ല ഇന്റിമേസിയാണ്. അല്ല ആ കുഞ്ഞുനാളിൽ വിളിച്ച ആ അങ്കിൾ അതിപ്പോഴും രണ്ടുപേരും, മോനും ഇതേ മോളും ഇത് തന്നെ. ഞാൻ പറഞ്ഞാൽ അത് തന്നെ മമ്മൂട്ടിയുടെ അദ്ദേഹത്തിൻ്റെ അഭിനയ സൗഭാഗ്യവും അഭിനയ ഗംഭീരമൊക്കെ ഉള്ള മോൻ. പിന്നെ വളർത്തു ഗുണം എന്ന് പറയുന്നത് അത് വളർത്തു ഗുണം എന്ന് പറഞ്ഞപ്പോൾ സുലു ചേച്ചിയെ എനിക്ക് തോന്നുന്നു കുട്ടിക്കാലം എൻ്റെ ജ്യേഷ്ഠൻ്റെ കൂട്ടുകാരൻ്റെ മകളായിരുന്നു സുലു. ആ ഒരു ഞാൻ പറഞ്ഞ ഒരു നമ്മുടെ ഏതിനും ഒരു ബേസ് ഉണ്ടല്ലോ, ആ ബേസ് നല്ലതാണെങ്കിൽ നമ്മൾ എല്ലാ കാര്യത്തിലും നന്നാവുള്ളൂ. നല്ല ഭാഗ്യവാനാണ് മമ്മൂട്ടി, രണ്ട് നല്ല കുട്ടികളെ കിട്ടിയത്. അതെല്ലാവരും, മമ്മൂട്ടി മാത്രമല്ല, എല്ലാവരുടെ വീടുകളിലും നല്ല കുട്ടികൾ, നല്ല ഫാമിലി എന്ന് പറഞ്ഞാൽ അത് വലിയ സൗഭാഗ്യമല്ലേ. കുടുംബം എന്ന് പറയുന്നത് പിന്നെ കുടുംബം അത് കഴിഞ്ഞ് അതിനപ്പുറം വേറെ ഒന്നും ഇല്ലല്ലോ. നമുക്ക് പുറത്തു പോകുമ്പോഴും ഒരു മനസ്സമാധാനം കിട്ടണമെങ്കിൽ പിന്നെ എനിക്ക് എന്നെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യം സമ്പാദ്യം എന്ന് പറയുന്നത് എൻ്റെ കുടുംബമാണ്. എനിക്ക് എൻ്റെ രണ്ട് കുട്ടികൾ, ഒരു ഭാര്യയേ ഉള്ളു. ഒരു ഭാര്യ, ഞങ്ങൾ എല്ലാം സന്തോഷമായിട്ട് ജീവിക്കുന്നു. എൻ്റെ വീടിൻ്റെ പേര് തന്നെ നെസ്റ്റ് എന്നാണ്, ഒരു കൂട്. അത്രയുള്ളൂ. ആ കൂട്ടിനകത്ത് ഞങ്ങൾ സന്തോഷ സൗഭാഗ്യത്തോടെ ജീവിക്കുന്നു. മമ്മൂക്കയുടെ കുടുംബത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് പറഞ്ഞു. പക്ഷെ മലയാളികൾക്ക് എല്ലാം അറിയാം, മമ്മൂട്ടി മനസ്സ് പങ്കുവെക്കുന്ന ഒരു സുഹൃത്താണ് കുഞ്ചൻ ചേട്ടനാണ്. ആ സൗഹൃദ ബന്ധം, അല്ല സൗഹൃദം ഞാൻ പറഞ്ഞില്ല, അത് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകാറുണ്ട്, അദ്ദേഹം ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട്. പിന്നെ ഞങ്ങൾ ഒരുപാട്, ഞാൻ ഇവിടെ ബിരിയാണി വെച്ച് അങ്ങോട്ട് കൊണ്ടുപോകും, അവിടെ നിന്ന് ബിരിയാണി വെച്ച്, ആ പരിപാടിയൊന്നുമില്ല. കാണുമ്പോൾ ഒരുപാട്, കാരണം അതുകൊണ്ടാണ് ഇപ്പോഴും ഈ സുഹൃത്ത് ബന്ധം നിലനിൽക്കുന്നത്. സത്യം. ആവശ്യമുള്ളപ്പോൾ പോകും, ആവശ്യമുള്ള, കാരണം അദ്ദേഹം ഭയങ്കര ബിസിയാണ്. അദ്ദേഹത്തിൻ്റെ കാണാൻ 100 പേര് വരും. നമ്മളവിടെ പോയിട്ടിരിക്കുമ്പം ഞാൻ പോകും, അദ്ദേഹം വിളിക്കുമ്പോൾ 100 പ്രാവശ്യം വിളിക്കുമ്പം ഞാൻ പോകും. ഒരു 10 പ്രാവശ്യമെങ്കിലും പോയിരിക്കും. കാരണം അല്ലെങ്കിൽ മാനസികമായിട്ട് ഞങ്ങളുടെ ഫ്രീക്വൻസി കറക്റ്റ് ആയിരിക്കും. പക്ഷെ അദ്ദേഹത്തിനെ കാണാൻ 100 പേര് വരുമ്പോൾ ഞാനവിടെ പോയിരിക്കേണ്ട യാതൊരു കാര്യമില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്കിന് പോകും, കാണും. അങ്ങനെ ആരോഗ്യപരമായ ബന്ധം സൂക്ഷിക്കുക എന്ന് പറയുന്ന ഒരു ആർട്ടാണ്. അതെ 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 അത് ഭംഗിയായിട്ട് അത് വളരെ ആ കാര്യത്തിൽ കറക്റ്റാണ്. പിന്നെ അയാൾ വളരെ ഡെഡിക്കേറ്റഡ്. ഇവൻ മോഹൻലാലും ശരി മമ്മൂട്ടിയും രണ്ടുപേരും ആ ഒരു ഡെഡിക്കേഷനൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്കുണ്ടായാൽ മതി.